കുറേ നാളുകളായി നമ്മൾ ഒരു അന്വേഷണത്തിലായിരുന്നു. ഇപ്പോഴും നമ്മൾ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അർജുനെ കണ്ടെത്തിയോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ രാവിലെ 9-ന് ശിരൂരിലെത്തിക്കും. ഗംഗാവാലി പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കം ചെയ്താവും ആദ്യ പരിശോധന. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലൊപ്പം ചേരുന്നു. ഗോകുൽ, കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ, സംവിധാനങ്ങൾ അപര്യാപ്തമാകുമ്പോൾ മാറ്റിവെക്കുന്നു പലപ്പോഴായി. ഇപ്പോൾ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ രാവിലെ 9 മണിക്ക് എത്തിക്കും എന്നറിയുന്നു. അപ്പോൾ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലമുണ്ട്, പല സിഗ്നലുകൾ കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ലോറിയുടെ അവശിഷ്ടങ്ങളെന്ന് കരുതിയത്, അങ്ങനെയൊക്കെ അടയാളപ്പെടുത്തി വെച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പരിശോധന കാര്യക്ഷമമായി തുടങ്ങുക? കൃഷ്ണരാജ്, ദേവിക, വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഗോവയിൽ നിന്ന് ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഡ്രഡ്ജർ എത്തിക്കാനാവശ്യമായിട്ടുള്ള തുക, അതിനെ സംബന്ധിച്ച തർക്കങ്ങൾ ഈ കർണാടക, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപ ഇത് ഗോവയിൽ നിന്ന് ഷിരൂരിലേക്ക് എത്തിക്കാൻ ആവശ്യമാണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അത് വഹിക്കാൻ സാധിക്കില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം പറയുകയും പിന്നീട് അർജുൻ്റെ കുടുംബം കർണാടകയിൽ പോയി മുഖ്യമന്ത്രിയും ഒക്കെ ആയി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു അതിന് കർണാടക സർക്കാർ സമ്മതിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്നാണ് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടത്. ഷിരൂരിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. 2 പാലങ്ങളൊക്കെ കടക്കേണ്ടിയിരുന്നു. ഗംഗോത്രി പാലം കടന്നു, ഒരു പാലം കൂടെ കടക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഡ്രഡ്ജർ പുഴയിൽ കൂടി കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നു. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ കരക്കടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 9-10 മണിയോട് കൂടിയിട്ട് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഡ്രഡ്ജർ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ തിരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 4-5 മണിക്കൂറുകളുടെ ഇൻസ്റ്റലേഷൻ പരിപാടിയുണ്ട്. അത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ ആ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തണം. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ ലോഹഭാഗമുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റഡാർ സോണാർ പരിശോധനയിൽ, ആർമിയുടെയും നേവിയുടെയും റഡാർ സോണാർ പരിശോധനയിൽ ലോഹഭാഗമുണ്ട് എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ അനുമാനിക്കുന്ന സ്ഥലത്ത് ഈ ഡ്രഡ്ജർ ഫിക്സ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. അതൊരു 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനുശേഷം മാത്രമേ തിരച്ചിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കൂ. പക്ഷേ അതിനു മുമ്പ് ഈ ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് എത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ 8 മണിയോട് കൂടി എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഈ വളരെ ഉയരം കൂടിയതും വീതി കൂടിയതും നീളം കൂടിയതുമായിട്ടുള്ള ഈ ഉപകരണം, ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് ഈ ഡ്രഡ്ജർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലങ്ങളൊക്കെ കടക്കുക വലിയ പ്രയാസമാണ്. അത്തരം സ്ഥലങ്ങളിൽ ചില പ്രതിസന്ധി നേരിട്ടതിനാൽ നേരത്തെ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ കൂടുതൽ കുറച്ച് വൈകിയാണ് ഈ ഡ്രഡ്ജർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. എന്നാലും ആ ഡ്രഡ്ജർ വരുന്നു എന്നത് ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ 4 മണിക്കൂർ നീണ്ട ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിന് ശേഷമായിരിക്കും തിരച്ചിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുക. ഇതിനെ കൂടി ഒരു ടഗ് ബോട്ട് ഉണ്ട്. ഈ നേരത്തെ ഈ ലോറി ഉണ്ട് എന്ന് അനുമാനിക്കുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള വെള്ളമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗംഗാവലി പുഴയിൽ ആ പ്രദേശത്ത് മഴയില്ലാത്തതിനും ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കുറഞ്ഞതും കാരണം ഈ ലോറി ഉണ്ട് എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ അത്തരത്തിൽ സ്പോട്ട് ചെയ്തിട്ടുള്ള പ്രദേശം വളരെ വ്യക്തമായി കാണുന്ന രീതിയിലാണ്. കാരണം നേരത്തെ ചെറിയൊരു മൺകൂനയായിട്ടാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് ദ്വീപ് പോലെ വലിയ വിസ്താരത്തിൽ കാണുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് കല്ലും മണ്ണും ഉൾപ്പെടെയുള്ളവ മാറ്റണം. ആദ്യഘട്ടത്തിൽ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. ആദ്യം ഈ 3 ദിവസത്തിൽ അവിടെ ഒരു കല്ലും മണ്ണും മാറ്റിയിട്ടുള്ള പരിശോധനകൾ നടത്തും. ആ പരിശോധനയിൽ ഒരു വിജയം അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു തോന്നലുണ്ടായാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ടേക്കുള്ള ദിവസത്തിൽ പരിശോധന നടത്താൻ സാധ്യതയുള്ളൂ. 10 ദിവസത്തെ പ്രോസസ് ആയിരിക്കും നടക്കുക എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഈ 3 ദിവസം ഏത് രീതിയിലാണ് ഈ ദൗത്യം മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ബാക്കി ദിവസങ്ങളിലേക്ക് കടക്കുക. ഈ മണ്ണുൾപ്പെടെയുള്ളവ മാറ്റാൻ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് സാധിക്കും. എന്നാൽ ഇപ്പോൾ വളരെ വിസ്താരത്തിൽ ഈ മൺകൂനയൊക്കെ ഉയർന്നു കാണുന്ന സാഹചര്യത്തിൽ വലിയ വലിപ്പത്തിലാണ് ഈ മൺകൂന ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലേക്ക് കല്ലും മണ്ണും വലിയ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ കല്ലും മണ്ണും ഒക്കെ ആണെങ്കിൽ പ്രതിസന്ധി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ മൺകൂനയുടെ ഒരു ഭാഗത്തേക്ക് ചേർന്നിട്ടാണ്, ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ റഡാർ സോണാർ സിഗ്നൽ പരിശോധനയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നത് പരിശോധന നടക്കുന്നത്. അതായത് മൺകൂനയുടെ മധ്യഭാഗത്തൊന്നുമല്ല, ഒരു സൈഡിലേക്കാണ്. അതുകൊണ്ട് ആ സൈഡ് ഭാഗം മാറ്റിയിട്ടായിരിക്കും, മണ്ണ് മാറ്റിയിട്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡ്രഡ്ജർ അവിടെ എത്തിച്ചതിന് ശേഷം, ഇൻസ്റ്റാളേഷൻ പ്രോസസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പരിശോധനയിലേക്ക് കടക്കുക. അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെയോട് കൂടി എന്തായാലും പൂർണ്ണമായ പരിശോധനയിലേക്ക്, അല്ലെങ്കിൽ പരിശോധന എന്ന് പറയുന്ന രീതിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെയും MLA ഒക്കെ നേതൃത്വത്തിൽ, SP-യുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് ഈ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക്
എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ അവർ പങ്കുവയ്ക്കുന്നത്? ഗോകുല്, ഇപ്പോൾ പരിശോധിക്കുന്നവർ എന്തു പ്രതീക്ഷയാണ് ബാക്കി വയ്ക്കുന്നത്? എത്ര സമയമെടുക്കും ആ മൺകൂനയ്ക്കുള്ളിലേക്ക് പോയി? പ്രതീക്ഷയുടെ ബാക്കി അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ എത്ര സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷ? കൃഷ്ണരാജ്, ആദ്യഘട്ടത്തിൽ ഈ ദൗത്യ സംഘത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് അല്ലെങ്കിൽ അവർക്ക് പ്രയാസപ്പെടുത്തിയിരുന്നത് ഈ ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു 7 നോട്ട്സിൽ അധികം ഉള്ള ഒഴുക്കായിരുന്നു ഗംഗാവലിപ്പുഴയിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതായത് 7 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ, 12 കിലോമീറ്റർ അധികം വേഗതയിലായിരുന്നു ആ പുഴയിലെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. 1 നോട്ട്സ് വേഗതയിൽ മാത്രമാണ് പുഴയിലെ ഒഴുക്ക്. അതുകൊണ്ട് തന്നെ അതൊരു അനുകൂലമായിട്ടുള്ള ഘടകമാണ് ഈ ലോറിയെ കണ്ടെത്താൻ. ഈ ടഗ് ബോട്ട് ഉൾപ്പെടെയുള്ള ഡ്രഡ്ജറിനെ പുഴയിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ആ പ്രദേശത്ത് ടഗ് ബോട്ട് ഉൾപ്പെടെയുള്ള ഡ്രഡ്ജറിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ പക്ഷേ സ്പോട്ട് ചെയ്ത സ്ഥലത്തിന് സമീപത്തായിട്ട് ഈ ഡ്രഡ്ജറിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും. ആ രീതിയിലുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് കുറച്ചധികം സമയം വേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ സോണാർ, ആർമിയുടെയും നേവിയുടെയും സോണാർ റഡാർ പരിശോധനയിൽ ഒരേ സ്ഥലത്ത് തന്നെ പല തവണകളിലായിട്ട് ഈ ലോഹഭാഗത്തിന്റെ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ചിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും തിരച്ചിൽ നടത്തുക. ഒന്നിലധികം തവണ ലഭിച്ചു. അത് ആർമിക്ക് മാത്രമല്ല, ആർമിക്കും നേവിക്കും ലഭിച്ചു. നേവിയുടെ നേതൃത്വത്തിലൊക്കെ ഇപ്പോഴും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ലോറിയുടേതിന് സമാനമായിട്ടുള്ള ലോഹഭാഗം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നത്. ആ സ്പോട്ട് ചെയ്ത ഭാഗത്താണ് തിരച്ചിൽ നടത്തുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. കാരണം ഈ മൺകൂന, നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ വലിയൊരു മൺകൂനയാണ്. 2 മൺകൂനകളുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത്, അതായത് ഈ ജൂലൈ 16 കൂടിയിട്ടായിരുന്നു അപകടം നടന്നത്. ആ ഘട്ടത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു മൺകൂനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മഴ മാറിയതിനാൽ, അവിടുത്തെ ഒഴുക്ക് കുറഞ്ഞതിനാൽ, പുഴയുടെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ വലിയ വ്യാപ്തിയിൽ ആ മൺകൂനകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ആ മൺകൂനയുടെ മധ്യഭാഗത്തൊന്നുമല്ല ഈ ലോഹഭാഗം സ്പോട്ട് ചെയ്തിട്ടുള്ളത് എന്നത് പ്രതീക്ഷ നൽകുന്നു. അത് മൺകൂനയുടെ ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ്. അവിടെ തന്നെയാണ് ഈ അർജുന്റെ ലോറി ഉള്ളത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അവിടെയുള്ള വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ അത് മറ്റെന്തെങ്കിലും വാഹനത്തിന്റെ ലോകഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഴുകി വന്ന എന്തെങ്കിലും ഭാഗമാണെങ്കിൽ, ഈ അർജുന്റെ ലോറി അല്ല ഇതെങ്കിൽ വീണ്ടും വിശദമായ പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഈ മൺകൂനയുടെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ മൺകൂന കൂടുതലായിട്ടുള്ള ഭാഗത്തൊക്കെയാണ് ഈ ലോറിയുടെ ലോഹഭാഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടുത്ത ശക്തമായ സിഗ്നൽ ലഭിക്കുന്നതെങ്കിൽ ദൗത്യം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരു 3 ദിവസത്തെ പരിശോധനയായിരിക്കും നടത്തുക. 3 ദിവസത്തെ പരിശോധനയിൽ എന്ത് റിസൾട്ടാണോ ലഭിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇതിന്റെ തുടർ ദൗത്യത്തെ പറ്റി ഒരു തീരുമാനമുണ്ടാവുക. ഇത്തരത്തിലുള്ള അവലോകനമാണ് കഴിഞ്ഞ ദിവസം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 10 ദിവസത്തേക്കാണ് ഈ ഗോവയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. ഈ എത്തിക്കുന്നതിനാണ് 1 കോടി രൂപ ചിലവ്. ഇവിടെ കൂടുതലാവുന്നതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഈ 3 ദിവസത്തിൽ തന്നെ ഏത് രീതിയിലായിരിക്കും ഈ ദൗത്യം മുന്നോട്ടേക്ക് പോവുക എന്ന് ഈ ദൗത്യ സംഘത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ മണ്ണുകൾ മാത്രമാണ് പ്രധാനമായിട്ടും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കാൻ വേണ്ടി സാധിക്കുക. വലിയ പാറക്കല്ലുകളും മരക്കഷ്ണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കില്ല. ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണു മാന്തി ഇത് ടഗ് ബോട്ട്, ഇപ്പോഴും പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്. കാരണം ഡ്രഡ്ജർ കൊണ്ട് മണ്ണു മാറ്റാം, പക്ഷേ വലിയ പാറകൾ, മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? അതിന് സമയമെടുക്കും. ഇതിന് കൃത്യമായൊരു നിഗമനം, വിലയിരുത്തലൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ശ്രമം നടത്തി നോക്കാം എന്നേ ഉള്ളൂ. അതുതന്നെയാണ് ഗോകുലും പറയുന്നത്.